റിഫ്രഷ്മെന്റ് ഇല്ല, കുറച്ച് ഐസും കൂടി ഇട്ടാ പൊളിച്ചു. പൊറോട്ട ബീഫ് സെക്കൻഡ് റൗണ്ട്. ബീഫ് പോലീസാണ്. ഗോയി പീടിയ ചിക്കൻ വാങ്ങണം. 350 നാട്ടുകോയി. ഇങ്ങനെ ചെക്ക് പോസ്റ്റ്. വെൽക്കം ടു കേരള. ഇപ്പൊ ഒറിജിനൽ മയിലുണ്ടല്ലേ? ആ അതാ പറമ്പിക്കുളം ടൈഗർ റിസർവ്. 1320. മുംബൈ ട്രിപ്പിന് ശേഷം അടുത്ത യാത്ര പറമ്പിക്കുളം കാട്ടിലൊക്കെ പുറപ്പെടുക കേട്ടോ. പോവാണ്. സെറ്റ് റസ്ന കൂൾബാർ കുഞ്ഞുമണി കുളമംഗലം. തുറന്നിട്ടില്ല തോന്നുന്നുണ്ട്. തുറന്ന് അടിച്ചു തരുമെന്നാവും. ഞങ്ങൾ ജ്യൂസ് കുടിച്ചായിട്ട് വന്നേ. സെഡാക്കി 10 ദിവസമായാലും കട തുറന്നിട്ട് ക്ലീൻ. 10 ദിവസം കട അടിച്ചു പോകും. ഇങ്ങനത്തെ മനുഷ്യന്മാരാണ് കേരളത്തിൽ കണ്ടുകിടാ. ബിസിനസ് കൂടിയിട്ട് 10 ദിവസം അടച്ചു പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ല നാളെ. അപ്പോൾ കുഞ്ഞുമണി കിട്ടാത്തതിന്റെ സങ്കടം നമ്മൾ ഇളനീന്മ തീർക്കണം. ഇളനീൻ ഈ സ്ഥലത്തിന് എന്താ അറിയില്ലേ? വലിയ കുന്ന് പാടം. ബ്യൂട്ടിഫുൾ കുളം. ഒറ്റക്ക് തുടങ്ങി. കാക്കസ് പോയപ്പോ ഹാരിസിന് ആയുധം ഏറ്റെടുത്തു. പടവാൾ, കമ്മ്യൂണിസ്റ്റ് പടവാൾ. വിളിച്ചിട്ടാ ശുക്രൻ. പൊളിക്കും. എനർജിയാണ്, എനർജി. റിഫ്രഷ്മെന്റ് ഇല്ല, കുറച്ച് ഐസും കൂടി ഇട്ടാ പൊളിച്ചു. ഐസ് ക്യൂബ് ആ സാധനം അലിയില്ലല്ലോ, ആ കവറിൽ വരുന്നത്. ഇതിനിപ്പോ കായ് പറയോ വെട്ടി നമ്മളായതുകൊണ്ട്? ഞാൻ അപ്പളേ ആലോചിച്ചു 1 മീറ്റർ അപ്പുറത്തൊക്കെ വന്നിട്ടാണ് വെട്ടണത്. കാമ്പ് എന്റെ ഇനി പൊട്ടിച്ചാണ്ടാവും അല്ലേ? ഒരാളെ വെയിറ്റിങ്ങിലാണ്. പറമ്പിക്കുളത്തേക്ക് നമ്മളൊരാളെ കൊണ്ടുപോവാണ്ട്. അപ്പൊ വെയിറ്റിംഗ് ഒന്ന് സെറ്റാക്കാൻ മിൽമേഡ് സംഭാരം. താൽ അജ്മൽ മൂസ ഫ്രം ഷൊർണൂർ. ഞങ്ങളെ ഇതിന്റെ ട്രിപ്പിന്റെ സൂത്രധാരൻ. അവിടെ സെറ്റാക്കാനുള്ള സെറ്റായിക്കോട്ടെ. മടക്കാനും ഇരിക്കാനൊക്കെ പോവാം. ഫസ്റ്റ് സ്പോട്ട് കേട്ടാ. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കണം. ഹോട്ടൽ നളന്ത. ഒറ്റപ്പാലം വണ്ടി കൊടുക്കാനുള്ള കേട്ടാ. കിടിലം നമ്മളെ സാധനം നരി പിന്നെ കാണിച്ചു തരാം. നളന്ത. ഇത് ബീഫ് ചില്ലി, ബട്ടർ ചിക്കൻ. നാരങ്ങ വീണം ചൂടാ. നാരങ്ങ എന്താ പൊന്ന. കാണാനൊക്കെ നല്ല ചൊറുക്കൻ ഇട്ടാ. ബീഫ് ചില്ലി കുഴപ്പമില്ല. ഇത് ബീഫ് കഴിഞ്ഞുട്ടാ. ഇത് രണ്ടും ഇവിടെ കൊടുന്ന് വെച്ചിക്കണേ. വേറൊരു സാധനം വന്നിട്ടില്ല. ചങ്ങ എമ്മ തീറ്റണത്. മിച്ചർ നിന്നാ മാതിരി കുറച്ചുകൊണ്ട് നിക്കണ്. നാരങ്ങ കഴിഞ്ഞപ്പോ നല്ല രസമുണ്ട്. പൊറോട്ട നിങ്ങൾ ഉച്ചക്ക് പൊറോട്ട ആക്കി. സേഫ് കളികളാ. അതെന്തേന്ന്? നിങ്ങള് മറ്റേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അല്ലേ? വ്രതത്തിലാണ്. ചിക്കൻ ഒന്നുമില്ല, ബീഫ് ഒന്നുമില്ലല്ലോ. നൂൽ പൊറോട്ട ബോർഡുമ കണ്ടു, പക്ഷെ അടിച്ചാത്ത പൊറോട്ട. ഒരാളെ പുതക്കാൻ പറ്റൂല. രസമുണ്ട്. ക്രിസ്പി അല്ല, സോഫ്റ്റ് ആണ്. കടച്ചിക്കും കുഴപ്പമില്ല. സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ബീഫ് സെക്കൻഡ് റൗണ്ട്. നാരങ്ങ ഒന്നുകൂടി മാണ്ടി കിട്ടാം. നാരങ്ങ പീയുമ്പോഴതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരുന്നുള്ളൂ. കളിയിൽ പോല. ബീഫ് പോലീസാണ്.
1600. 200 രൂപ ചില്ലി ബീഫ്, ഒരു രക്ഷയില്ല. ചില്ലി ബീഫ്, ബട്ടർ ചിക്കൻ 250, ഗോബി മഞ്ചൂരിയൻ 190, പൊറാട്ട 18 രൂപ ഒന്നിന്. പൊറാട്ട 18 രൂപ. 200. അപ്പോൾ ഒറ്റപ്പാലത്തെ ഹോട്ടൽ നളന്ത പോണേ. വണ്ടി എടുത്തോളൂ. എവിടേക്കാണ് പോണേ? നിങ്ങൾ വരണ്ടേ? അപ്പം ഇനി പാലക്കാട് സ്റ്റോപ്പുള്ളൂ. ഇതൊക്കെ കൊടുക്കാണ്. ഓ എന്താ രസമല്ല സാധനം. പേരെന്ത് ചെയ്യുന്നത്? ഒരു അടി കുൽഫി അരുണ്ട കിങ്ങാണ്. പാലക്കാട് ടോപ്പ് നോച്ചിലാട്ടാ. 618 രൂപയ്ക്ക് ഇപ്പോൾ ഇത് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നാൻ സാധനം വാങ്ങിക്കണം. കാട്ടുമാക്കാന്മാര് മനുഷ്യന്മാരാറ് ടോപ്പ് നോച്ചിട്ടാ. നല്ല സ്വീറ്റ്സിനൊക്കെ പാലക്കാട് ബെസ്റ്റാണ്. ബെസ്റ്റ് മീനാക്ഷിപുരം ബോർഡർ കിടക്കണ പോലെ നമുക്ക് കേരളത്തിൽ നാളെ വരുള്ളൂ. അങ്ങനായി സംഭവം കേരളത്തിലാണ്. പക്ഷെ ബോർഡർ കടന്നു തോന്നുന്നില്ല. പിന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആവും. ഡ്രൈവർക്കൊന്നുമില്ല. എന്നാ ബ്രൗണി പൈച്ചാണ് ഉറക്കുന്നാണ് നീച്ച്. ഗണപതി ബ്രൗണി. വൈകുന്നേരത്തെ ടീ ബ്രേക്ക് ആണ്. ടീ ബ്രേക്ക് എന്താ അതിന് പേര്? ഇല്ലേ അയ്യങ്കിക്ക പോവാ. ശ്രീകൃഷ്ണയിലെ ആള് കാണാനില്ല. അയ്യങ്കാർ. സാൾട്ട് ബിസ്ക്കറ്റ്, മറ്റേ സ്വീറ്റ് സാൾട്ട്. സാൾട്ട് കുറവാ. ഒരു പ്രഷറുള്ള അറിഞ്ഞു തോന്നുന്നുണ്ട്. ഉന്നക്കായ് പൊട്ടിച്ചാ? ഉന്നക്കായ് പൊട്ടിച്ചിട്ടാ. ടോപ്പ് നോച്ച് കൈ പിടിച്ചപ്പോ തോന്നിയത്. ഗോപിടിയ ചിക്കൻ വാങ്ങണം. രാത്രിയൊക്കെയുള്ള ചിക്കൻ. എന്താണ് പ്രശ്നം? ഇറച്ചിക്ക് 240 രൂപ, കോഴിക്ക് 150. രാവിലെ ഫുള്ള് കോഴി എടുക്കുകയാണെങ്കിൽ 150. കഥ തമിഴ്നാട് പറ്റിച്ചുണ്ട് നമ്മളല്ല. 350 നാട്ടുകോഴി. കോഴി ഇവിടെ. ഇത് ചില്ലി മസാല മാത്രം മതിയല്ലോ. 585 ചിക്കന്. ഇത് 20 രൂപയുടെ 2 പീസ്. ഇത് 40 രൂപ MRP ഉണ്ട്. ഷോറൂം 20 രൂപ ഉള്ളൂ. 4 കിലോ കോയിട്ടാ. ഇന്ന് തകർക്കും. രാത്രി പൊളിക്കും. കാട്ടിനുള്ളിൽ പൊളിക്കും. പോയല്ല. വെൽക്കംസ് യു അണ്ണാമലൈ ടൈഗർ റിസർവ് പൊള്ളാച്ചി ഡിവിഷൻ. പറമ്പിക്കുളം പോയിക്കൊണ്ടിരിക്കുകയാണ്. കമാനുണ്ടോ? അത് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് 2 മണി വരെ കയറാൻ പറ്റുള്ളൂ. നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ. ഇത് ആ ബാക്കിത്തെ വണ്ടിയെ കണ്ടില്ലേ? പെർമിഷൻ ഇല്ല. നമുക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് ആട്ടാ. അജ്മൽ മൂസയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ്. 2 മണിക്ക് ഉള്ളിൽ ഇവിടെ കടന്നില്ലാന്നുണ്ടെങ്കിൽ പണി പാളും. ഇത് ആനമലക്കാട് ഇവിടല്. ഇത് ഈ സൈഡിക്ക് രണ്ടും ആനമലക്കാടാണ്. ഇത് രണ്ടും. ഈ കുറച്ച് കഴിഞ്ഞാൽ പറമ്പിക്കുളം കാട്ടിലേക്ക് കിടക്കും. കടുവ ഇവിടെ സുന്ദരമായ സ്ഥലമാട്ടോ. പക്ഷെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഒരു സാധനം കണ്ടിട്ടില്ല ഇതുവരെ. ഇനി മേലൊക്കെ കേറി പോണം. അങ്ങനെതാ ചെക്ക് പോസ്റ്റ്. അപ്പൊ വെൽക്കം ടു കേരള. ഇപ്പൊ ഒറിജിനൽ മയിലുണ്ടല്ലേ? വെളിച്ചല്ല, ക്ലിയർ ഇല്ല. വെൽക്കം ടു കേരള. അപ്പൊ നമ്മൾ ആനമലയിന്ന് ഇനി പറമ്പിക്കുളല്ല. ഇനി പറമ്പിക്കുളത്തിലേക്ക് കടക്കാൻ പോണേ. വിട്ടോളി സിറ. ഇതെന്താ ആനപ്പള്ളി. അതാ പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഒരു ഫോട്ടോ എടുക്കട്ടെ. കടക്കാൻ പോണ്. അങ്ങനെ തമിഴ്നാട് ആനമലയിൽ നിന്നും വീണ്ടും പറമ്പിക്കുളത്തിലേക്ക്. ഇനി നമ്മുടെ കേരളം ഭരിക്കും. പോട്ടാ. നമുക്കുള്ള ഗൈഡിനെ കിട്ടേ. നമ്മൾ നേരെ പോണ കാട്ടിനുള്ളിലൂടെ
സ്റ്റേ എടുക്കാൻ വിത്ത് ഫ്ലാഷ് ലൈറ്റ് ക്യാമറ കുറച്ച് ലൈറ്റ് ആയി പോയി. ചുറുക്കിന്റെ കട്ട തുടങ്ങി ഒന്നും കാണില്ല. ചെറുതായിട്ട് കാട്ടുപോത്ത് 800 കിലോ മുതൽ 1200 കിലോ വരെ വെയിറ്റ് ഉണ്ടാവും. ഇരുട്ടായി, അതാണ് പ്രശ്നം. കുറച്ച് കാട്ടുപോത്താണ് അവിടെ. മനുണ്ട്. ആ മാന്റെ കണ്ണ് തിളങ്ങുന്നുണ്ട് അവിടെ. അതവിടെ തിളങ്ങുന്നുണ്ട് കേട്ടാ. കാണുന്നുണ്ടോ അറിയില്ല. കുറച്ച് ലൈറ്റ് ആയി പോയി. പക്ഷെ ലൈറ്റ് ആയാലേ മൃഗങ്ങളെ കാണാനും പറ്റുള്ളൂ. ഇനി നാളെ രാവിലെ നമ്മൾ ഇറങ്ങും. ഒന്നും കാണൂല. എടുത്തോടുത്തോ കണ്ടേ. ഡബിൾ ടോ കാട്ടുപോത്തേതാ പുൽമേടുകളിൽ മേഞ്ഞ് നടക്കുകയാണ്. നമ്മളെ ബാക്കിൽ വണ്ടിട്ടാ ഒരു ലൈറ്റ് കാണുന്നു. അങ്ങനെ എത്തി ഗൈസ്. താമസിക്കാനുള്ള റൂമെത്തി. ലഗേജ് അൺലോഡിങ്. ബാഗ് ചാടുന്നു നോക്കിക്കോളി. കുബൂസ് ഇതാണ് കിച്ചൺ. അയ്യോ ചിക്കൻ കൊടുത്തില്ല. ചിക്കൻ കൊടുത്തു. ചില്ലി പകുതി ഗ്രേവി അങ്ങനെയാണ്. വാതിൽ തുറക്കുകയാണ്. ഇത് ഹാള്. ബെഡ്റൂം. ഏക്ക് ബെഡ്റൂം. ഒരു ബെഡ്റൂം ഇതവിടെ. അടുത്ത ബെഡ്റൂം എവിടെ? അടുത്ത ബെഡ്റൂം വിശാലമായ ബെഡ്റൂമാണല്ലേ. ഏത് ഇതോ? സിംഗിൾ ഡബിൾ? 3 ഡബിൾ ബെഡ്റൂം. ചെങ്ങായി എത്താൻ താമസം. അണ്ടിപ്പുട്ട് തരൂ. പിന്നെതാ നിങ്ങളെ പേരെന്താ പറയുന്നത്? ശ്രീകുമാർ. ശ്രീകുമാറാണ് നമ്മുടെ ഗൈഡ്. സൂപ്പറാ. എനിക്ക് എന്താ ടേസ്റ്റ് ഇല്ലാത്തത്? രാവിലെ തുടങ്ങി തീറ്റയാണ്. എനിക്കുണ്ട്. എന്ത് വേണ്ടേ? ഈ റൂമിന് എത്ര? 7,999. 3 ബെഡ്റൂം. അതായത് വലിയ സൗകര്യമുണ്ട്. പക്ഷെ ഒരു പഴയ സെറ്റപ്പാണ്. ഓൾഡ് ലുക്ക്. ഉപതിയ കടലച്ചിക്കി രണ്ടുപേർക്കുണ്ടല്ലേ. കിച്ചൺ. അടുപ്പങ്ങനെ പുകയുണ്ട്. എന്താണ് നമ്മളെ കറിയാ? ഇതാണ് സാധനം. ഒന്ന് തുറന്നുതരോ? ചൂടുണ്ടോ? എന്താ ഉള്ളത്? ചിക്കൻ. പണിപ്പുരയിലാണ്. ഒന്നുമില്ല. കാലി ഫുൾ കാലി. ഇതാ മാവുതാ ചപ്പാത്തി. നല്ല ചൂടുള്ള ചപ്പാത്തിയാ. പോയി ഇവിടെ ആവണുള്ളൂ. ക്ലീനിങ്ങിലാണ്. നമ്മൾ പോയൊക്കെ വരുമ്പോൾ രാത്രി ആവും. അതാ കാട്ടുപോത്ത്. ഞങ്ങൾ രാത്രി ഇറങ്ങിയതാണ്. എത്ര ഉണ്ട്? സംഖ്യയൊക്കെ ഉണ്ടല്ലേ. കിട്ടൂ. നീ ഒന്ന് ഫുൾ അടിച്ചാണി. ഒന്ന് വാരസിന് വണ്ടി ഫ്രണ്ടിൽ എടുത്തു. 58 മൂപ്പര് പറഞ്ഞു 58. കാണാൻ പറ്റില്ല പൊട്ട. എന്താ സൈസ് സാധനം. 1320.
1300 രൂപ ഉണ്ട്. 1700 വരെ വരാമെന്നല്ല പറഞ്ഞത്. തൊട കൂട്ടിയിട്ടില്ല. ഏത് പിന്നെക്കാട്ടും വലിയൊരു പോത്ത് അതില് പിന്നെക്കാട്ടും വലിയൊരു പോത്ത് പൈലേതാന്ന് വിചാരിച്ചു. കോട മൂടിയിട്ട് റോഡൊന്നും കാണുന്നില്ല കേട്ടാ. കാടിന്റെ സെന്റർ കൂടെയാണ് പോണത്. കാടിന്റെ ഒത്ത നടുവിലൂടെ രാത്രി 8 മണി. ഒടുക്കത്തെ കോടയാണ്. ആനക്ക് സാധ്യത വളരെ വളരെ ഏറെയുള്ള സ്ഥലമാണ്. ആന 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 കേട്ടാ അതൊക്കെ അപ്പൊ വണ്ടി കാണുന്നത് കുതിര എവിടുന്ന് വണ്ടി നമ്മള് പോയപ്പോഴുള്ള അതേ സാധനങ്ങള് അടക്കണ്ടില്ല. ഇഷ്ടം പോലെ പായണ്. അക്രമം അടിക്കണ്ട. ഞാൻ പറഞ്ഞേ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരു പടക്കുണ്ട്. അത് കുട്ടികളുള്ളതുകൊണ്ടാണ് ഓടുന്നത്. ഇഷ്ടം പോലെ റോഡിന്റെ നടുവില് അതാ പാഞ്ഞു ഓടി ഓടി. ഒരു സഫാരി കഴിഞ്ഞു. ഇനി നിസ്കരിച്ച ഫുഡ് കഴിക്കുക, ഇറങ്ങുക. അടുത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കണു. വലൈക്കും സലാം. ഈ പൊരിഞ്ഞ് മൊരിഞ്ഞ് ചിക്കൻ ഫ്രൈ. ഇതിൽ കറിയാ കറി. ഈ ചോദിച്ചാലൊന്നുമില്ല. ഒരു പീസ് തരുമാ കൊടുങ്കേ. നല്ല മണടിക്കുന്നുണ്ട്. ഇരിക്കല്ലേ? ആ ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര് தெரிஞ்சு ആറുമുഖൻ ചിക്കൻ കറി ഒന്നും ഇളക്കി. ഇത് രാവിലത്തെ മെനു. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ. ഭക്ഷണം കഴിക്കാനുള്ള ഇത് എവിടുത്തെ മെനു എന്നാണോ വാങ്ങിയതാണ്. പാലക്കാട് ടോപ്പ് നോച്ച് അൽദാൻ കുബൂസ് ചിക്കൻ പൊരി. പിന്നെ അതാ ആ കുബൂസ്. അതിൽ കറിയാ ചപ്പാത്തിയാ കറി. വാവ്, കുറെ കാലത്തിന്റെ ചേട്ടാ കുബൂസ്. കുറച്ചോളി ഇറാൻ അങ്ങനെ നദിക ചൊളി എങ്ങനെ വെക്കാം. ചിക്കൻ പോയി പോരാ, ഞാക്കില്ല. ഉദ്ദേശിച്ച മജല്ല. കറി കറിന്നൊരു പീഷ്. ഓ ചിക്കൻ പൊടി മജ കുറവാ. മജ ഇല്ല. കാട്ടുവെള്ളം ഫ്രഷ് മിനറൽസ് ആൻഡ് വാട്ടർ ചേർന്ന വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. കാട്ടത്തെ വെള്ളം കുടിച്ചിന് ഒരാൾ നാട്ടിലത്തെ കുബൂസ് എന്നാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ മിസ്റ്റർ അജ്മൽ മൂസ. നാട്ടിൽ പോയി. ഇരുട്ടായ സമയം 10:30 മണി. വന്നപ്പോൾ കാല് കുത്തിയപ്പോൾ കറണ്ട് പോയതാണ്. കുറച്ച് നേരം ഇൻവെർട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇൻവെർട്ടറും കഴിഞ്ഞ് കംപ്ലീറ്റ് പോയി. നെറ്റില്ല, സിഗ്നലില്ല, റേഞ്ചില്ല, ചാർജില്ല. എടുക്കണ ഓരോത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നല്ല മഴയും. രാത്രിക്കത്തെ കാട്ടുപോക്ക് മുടങ്ങി. ഇവിടെ ഉള്ളവരൊക്കെ ഉറങ്ങിയാ അപ്പോൾ അതിലൊക്കെ അടച്ച് കിടന്നുകള്. അപ്പോൾ എന്നാൽ ഗുഡ് നൈറ്റ്. നാളെ രാവിലെ നീച്ച് കാട്ടു പോകാനുള്ളതാണേ. കാട് എക്സ്പ്ലോർ ചെയ്യണം. സമയം 6 മണി. സ്റ്റിൽ കറണ്ട് വന്നിട്ടില്ല.
മൊത്തത്തില് 5:44. ആകെ ഇരുട്ടിന്റെ പൂരം, കറണ്ടില്ല, വെളിച്ചമില്ല, തണുപ്പുണ്ട് കേട്ടാ. മഴ നിന്നിട്ടില്ല. ഇന്നത്തെ പ്ലാനുകളൊക്കെ കൊള്ളാമെന്നാണ് തോന്നുന്നത്. 6 മണി കേട്ടോ, കണ്ണിമാര കഫേ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കസാരട്ട് കാത്തിക്കാണ്. ചായ കാത്തിക്കാണ്. നല്ല കോസ്റ്റ്യൂം അല്ലേ? അടിപൊളി. പിന്നെ ഇരുട്ടെത്തുന്ന ഒരാള് വരുന്ന നോക്കി. വിളിച്ചതൊക്കെ എത്തിയപ്പോളെ നുറുക്ക്, അത് കൊയലപ്പം. പിന്നെ കുട്ടിക്കോ ചോക്ലേറ്റ് കൊയലപ്പ. അല്ല കോയിണ്ട് കേട്ടാ. ഇന്ന് രാവിലത്തെ കോയായി ബ്രേക്ക്ഫാസ്റ്റില്. ചായ റെഡിയാ? കാപ്പി, കട്ടൻ കാപ്പിയാണ്. ഇരുട്ടോണ്ട് കാണുന്നില്ല, ചൂടാക്കണം. രാവിലത്തെ ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഫസ്റ്റ് മൃഗം സ്പോട്ട് ചെയ്തു. കാട്ടിക്കൂട്ടം. കാട്ടി ബ്യൂട്ടിഫുൾ. മയിലുണ്ട്. അത് പോട്ടെ, ഓട്ടാണ്ട് ഞാനെടുക്കണ്ട. ഈ ചളിയാണ് റഫിയ. കണ്ണിമാര ടീക്കോ, കണ്ണിമാര തേക്കില്ല. ഏത് ഏഷ്യയിലെ ഏറ്റവും ലോകത്തിലാണ് അല്ലേ? ദ വേൾഡ് വാസ് അവാർഡഡ് 470 വർഷം പഴക്കം. 470 years. മൂപ്പര് പറഞ്ഞല്ലേ, ഇപ്പഴല്ലേ നമ്മളെ കൂടെ ഉള്ളത്. മൂപ്പര് പേര് പിന്നെയും മറന്നു. ശ്രീകുമാർ. കുമാർ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞല്ലേ? എമ്മ തേക്ക് അറിയോ? ചുറ്റളവ് എത്ര? 7.15. എന്ത് മീറ്ററോ? അവിടെ എഴുതിക്കണം ഡീറ്റെയിൽസ്. ഇതെവിടെ എഴുതിക്കണേ? കണ്ണിമാര തേക്ക് ജെന്റിൽ ജെൻഡ 465 വർഷം അപ്രോക്സിമേറ്റ്ലി. 470 മൂപ്പര് പറഞ്ഞത്. വൺ ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് ലിവിങ് തേക്ക് ട്രീ ഫൗണ്ട് ഇൻ പറമ്പിക്കുളം ടൈഗർ റിസർവ്. 4 ആള് നിന്നിട്ട് 5 ആള് നിന്നാല് 5 ആള് നിന്നാ കിട്ടൂല. കുഴപ്പമില്ല, നിങ്ങൾ മതി. ഒന്ന് വിശ്വസിച്ചു നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളാണ് നമ്മളെ മുത്ത്. ആഹാ അതില്ലേ 5 ആള് കറക്റ്റാണ്. 5 ആള് കറക്റ്റ് നിന്നാല് കറക്റ്റായി. പള്ള ഉള്ളു കുടിച്ചേക്ക് രണ്ടില്ല ഒരാള്. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക്. കുമാറിൻ്റെ ഒപ്പം. ഇതാണ് തേക്ക്. ബ്രിട്ടീഷുകാർ മുറിച്ചു കൊണ്ടായ ഇതിന്റെ കുട്ടി തേക്ക് അല്ലേ? സെയിം സാധനം. ബ്രിട്ടീഷുകാര് മുറിച്ചുണ്ടായത്. ഇത് കുപം കിട്ടുവോ? വണ്ടി കച്ചവടമൊക്കെ ആളാണ്. ഇന്നോവ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. മലയാളിമാർ ഇവിടെ തന്നെ ഉണ്ട്. പഞ്ചാബികളെ വണ്ടിയാണ്. ഏതാ? ബെൻസിന്റെ അലോയി കേട്ടാ. മെഴ്സിഡീസ് ബെൻസ്.
ഓഫ് റോഡ് കഴിഞ്ഞു. 10 കിലോമീറ്ററോളം പോയി. പക്ഷേ മഴ നമ്മളെ സതിച്ചു ഗൈസ്. മഴ സതിച്ചു. കുറച്ച് മാനും ഒരു മയിലും കണ്ടു, മ്ലാവും കണ്ടു. കാട്ടുപോത്ത് വന്നപ്പോൾ കണ്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേമാൻ ഒന്ന് കണ്ടു. സൂം ചെയ്തിട്ട് കിട്ടിയില്ല. സോ ഇനി അടുത്ത സെക്ഷൻ ഒന്ന് പോയി നോക്കാം. കമോൺ 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 കുട്ടിമാൻ കമോൺ. അതാ പോയി. അയ്യോ അടിപൊളി. ഒരു കുട്ടിയുണ്ടല്ലോ കോടിയിലും ആണല്ലേ. രാവിലെ 8:30 മണി. ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഹോട്ടൽ ലക്ഷ്മി. ഇവിടെ മയിലതാ. ഇല്ല, ഇവിടെ ഒരു മയിലുണ്ട് കേട്ടോ. മയില്. ഹോട്ടൽ ലക്ഷ്മി പറമ്പിക്കുളം. കുരങ്ങന്മാരുണ്ടല്ലോ. ഫുള്ള് ഓടിയാ കുരങ്ങന്മാരൊക്കെ. ആ ഫുള്ള് കുരങ്ങന്മാരാ. ആസാന് മറ്റേ ഡിഷിന്റെ റേഞ്ച് വലിച്ചെടുക്കണമെന്നുണ്ട്. അതിന്റെ തിരക്കില പോലെ. മയില് പോയാ? മയിലതാ മയില്. ഷോപ്പൊക്കെ ഫുള്ളി ഇരുട്ടാ. ഇന്നലെ പോയ കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. നാളെ വരുള്ളൂ. ആൾക്കാർ നാളെ നന്നാക്കാൻ എത്തിയിട്ട് വേണം. അവസ്ഥ നോക്കണേ. നമ്മളൊക്കെ സ്വർഗത്തിലല്ലേ. സ്വർഗത്തില് തിങ്കളാഴ്ച നാളെ വരുള്ളൂ. സൂട് ഇഡ്ഡലി. ആവി പറക്കണ ഇഡ്ഡലി. ഇഡ്ഡലി വേണ്ടേ? ഗേസ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചട്നി ഇല്ല. സാമ്പാർ ദാം കൂട്ടണം. അത് മതി. ഇതിലാരാണ് ആ ഭാഗ്യവാൻ? മൊത്തത്തിലൊരു മുഞ്ചൽ ഡേ ആണല്ലോ. ഒന്നല്ല ഇന്നലെ. ചമ്മന്തിപ്പൊടി ലേശം വെളിച്ചെണ്ണയിലാ. വെളിച്ചെണ്ണ. ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നാക്കണ്ടോ വെളിച്ചെണ്ണീക്ക്? ഇങ്ങനെ ഇഡ്ഡലി മണ്ട് തേച്ചെടുത്ത് തിന്നാ. വാവ് വയ്ക്കണം. ബസ് അതാ പൊള്ളാച്ചിന്നുള്ള ബസ്. വൻ പോളിങ് ആട്ടോ എല്ലാവരും. ഇഡ്ഡലിയൊക്കെ 5ഉം 4 ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തിയൊക്കെ തീർന്ന് പൊടിയൊക്കെ. ദോശ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. പക്ഷെ റേഞ്ചാണ് പ്രശ്നം. BSNL ഇപ്പോൾ ഇത് മാക്സിമം ഊറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ. 4 ഇഡ്ഡലി 4 ദോശ 300. പൈസ ആണ് പൊള്ളാച്ചി ബസ്. ഇവിടെ വന്ന് നിർത്തും, ചായ കുടിക്കും, ആളെടുക്കും. KSRTC ഉണ്ട്. പാലക്കാട്ടേക്കുള്ള ഇത് ഇനി പൊള്ളാച്ചിക്കാൻ തിരിച്ചു പോകില്ല ഈ ബസ്. പക്ഷെ ഇവിടെ ബ്യൂട്ടി എജാതി സ്ഥലം. ഒരു രക്ഷയില്ലല്ലേ. വൈബ് എന്ന് പറഞ്ഞിട്ടല്ലോ. ആ ദ്വീപ് വീട്ടിക്കുന്ന് ഐലൻഡ് അതല്ല. അവിടേക്ക്
ചങ്ങാടത്ത് പോയിട്ട് അവിടെ സ്റ്റേ ഉണ്ട്. പക്ഷെ അത് 1 മാസത്തിൻ്റെ മേലെ ബുക്കിംഗ് ആണ്. ഓൺലൈൻ ബുക്കിംഗ് നമ്മൾ അടുത്ത തവണ മഴ ഇല്ലാത്ത ടൈമിൽ വന്നിട്ട് കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതൊരു കിടിലൻ സംഭവമാണ്. അത് നമ്മൾ ഉദ്ദേശിച്ച വെച്ചാൽ കിട്ടിയില്ല. പറമ്പിക്കുളം ഡാം ഇതാണല്ലേ. പേടിപ്പിച്ചാൽ ചീങ്കണ്ണി ഉണ്ട്, പക്ഷെ എവിടെയാ? ചീങ്കണ്ണിനെ കാണല് റിസ്ക് ആണല്ലേ. സൂപ്പർ സ്ഥലം. ഇന്നത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ മാരകം. അത് ശരി. ചങ്ങാടം അങ്ങനെ വരില്ല ടൈമിങ്. ഇവിടെ അല്ലേ ചങ്ങാടം വരില്ലേ? ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബംഗാളി കഫേ, പറമ്പിക്കുളം ടൈഗർ റിസർവ് കഫേയാണ്. കഫേ ചാടിക്കുന്നു. തിരിച്ചിറങ്ങി മൃഗങ്ങളൊന്നും കിട്ടിയില്ല. തറവടി സ്ഥലം. ശുദ്ധമായ കാട്ടിലെ തേൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന തെന്നിലാവ്. നമ്മളാള് ചായ. നമ്മൾ ചായ കഴിഞ്ഞിട്ട് പൊട്ടിക്കൊള്ളു കേട്ടോ. അല്ലെങ്കിൽ മധുരം ചായയിൽ മധുരം കിട്ടില്ല. അവിടെ സിഗ്നലില് ചോപ്പ്. സിഗ്നലില് വെറും ഒരാള് അപ്പോത്തിന് സെക്കൻഡ്സിൽ അവിടുന്ന് ചായക്കടിന്ന് പൊരിക്കടിയൊക്കെ വാങ്ങിക്കൊടുന്ന്. കോയാമോണന്റെ ഹീറോ. സിഗ്നലിൽ നിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ട് കണ്ണൂരപ്പം മോശമല്ല. ഞാൻ കൊടുക്കുന്ന സാധനം ടേസ്റ്റ് ഇല്ലെങ്കിൽ വട കണ്ടില്ല, ഗ്യാസാണ്. കണ്ണൂരപ്പം താടേ ബെസ്കണ്. നളന്ത ഹോട്ടലില് വീണ്ടും ബീഫ് ഫ്രൈ. നമുക്ക് ബീഫ് ചില്ലി. സമയമില്ലാത്തോണ്ട് പാർസൽ പറഞ്ഞേ കൊണ്ടുപോകും. തുറക്കി ഒരാള് ഫ്രൂട്ട് ഇവിടെ കേൾക്കണേ അല്ല. വാ ബീഫ് മോനെ. ഒരാള് നമ്മള് ജ്യൂസ് കേൾക്കണേ. ജ്യൂസ് അങ്ങനെ നാരങ്ങ വാങ്ങില്ല പിയാന്. നാരങ്ങ പീ കളി നടക്കൂലട്ടാ. നാരങ്ങ പീയടി. എച്ചാതി ബീഫോ. അതാ ജ്യൂസിന്ന് ജ്യൂസും സെറ്റാണ്. സെറ്റ് വിത്തൗട്ട് മൂപ്പർക്ക് ജ്യൂസ് വിത്തൗട്ട്. ഇതാ വിത്തൗട്ട് ഏതാ സാധനം? പൊറോട്ട ഇന്ന് പൊളിക്കും. പൊറോട്ട, ജ്യൂസ്, ബീഫ് മസ്റ്റ് ട്രീറ്റാ. എന്താ സ്ട്രോബെറി മൽബ. മധുരമുള്ള ജ്യൂസ് ഒന്നും. നാരങ്ങ പീ ഇളനീർ ഈത്തപ്പഴം വിത്ത് ഷുഗർ. അതായത് ഹോട്ടലിൽ കയറാൻ നേരമില്ല പറഞ്ഞിട്ടാണ് പാർസലാക്കിയത്. ഇതിപ്പോ വണ്ടി എടുത്തിട്ട് കണ്ട് വണ്ടി തോന്നുന്നു. ഇതിനായിട്ട് നല്ല ഹോട്ടലിൽ ഇറങ്ങിയാൽ മതി. വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ കാല് കുത്തി ഉടനെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ മൃഗങ്ങളെ കാണാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യം തന്നെയാണ്. ഏതാ എപ്പോഴാ എങ്ങനെ എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഒരു വരവും കൂടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് ഫുഡീഷ സൈനിങ് ഓഫ്.